നമസ്കാരം. ഷെക്കേന നോളജ് ബാങ്കിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വിവരങ്ങൾ ഒറ്റനോട്ടത്തിൽ. മദ്രാസ് IITയിൽ നിന്ന് ഓൺലൈൻ ഡിഗ്രി പഠിക്കാൻ അവസരം. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഒരുക്കി DRDO. 5 ലക്ഷം വരെ ചികിത്സാ സഹായം ലഭിക്കുന്ന കേന്ദ്ര ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി. വരും കാലത്തേക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കി ഡിജിറ്റൽ ഡാറ്റ മേഖല. അധ്യാപന മേഖലയിൽ തൊഴിൽ നേടാൻ സഹായിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാട്. ആദ്യം ഹയർ എഡ്യൂക്കേഷൻ. JEE മെയിൻ പരീക്ഷ പാസ്സാകാതെ തന്നെ IITയിൽ നിന്ന് ബിരുദം നേടാൻ അവസരമൊരുങ്ങുന്നു. IIT മദ്രാസാണ് പ്രോഗ്രാമിംഗ് ആൻഡ് ഡാറ്റാ സയൻസിൽ ഓൺലൈൻ BSc ബിരുദം നൽകുന്ന പദ്ധതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 3 വർഷത്തെ കോഴ്സാണെങ്കിലും പഠിതാക്കളുടെ താൽപ്പര്യമനുസരിച്ച് ഒന്നാമത്തെയും രണ്ടാമത്തെയും വർഷത്തിൽ പഠനം അവസാനിപ്പിക്കാൻ അവസരമുണ്ട്. 1-ാം വർഷത്തോടെ കോഴ്സ് അവസാനിപ്പിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 2-ാം വർഷത്തിലാണ് കോഴ്സ് അവസാനിപ്പിക്കുന്നതെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ലഭിക്കും. 3 വർഷം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ബിരുദവും ലഭിക്കും. പ്രവേശനത്തിലുമുണ്ട് വൈവിധ്യം. +2 കഴിഞ്ഞവർക്ക് 1-ാം വർഷത്തിലേക്ക് പ്രവേശനം ലഭിക്കും. ബിരുദധാരികൾക്ക് നേരിട്ട് 2-ാം വർഷത്തിലേക്ക് കടക്കാം. 2026ഓടെ 1.1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന അതിവേഗം വളരുന്ന മേഖലയായ ഡാറ്റ സയൻസിനായി വിദഗ്ധരെ ഒരുക്കുക എന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ് വഴി ലക്ഷ്യമിടുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ചെയ്യുന്ന പെൺകുട്ടികൾക്ക് DRDOയുടെ സ്കോളർഷിപ്പ് നേടാൻ അവസരം. ശാസ്ത്രരംഗത്ത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന ലക്ഷ്യത്തോടെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്കോളർഷിപ്പ് പദ്ധതിയാണ് DRDO നടപ്പാക്കുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ കാലത്ത് തന്നെ പ്രതിരോധ ബഹിരാകാശ ശാസ്ത്ര മേഖലകളോട് അഭിനിവേശമുണ്ടാകാൻ ഉദ്ദേശിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബിരുദാനന്തര വിഭാഗങ്ങളിലായി 42 ലക്ഷത്തിലധികം രൂപയുടെ 30 സ്കോളർഷിപ്പുകളാണ് ഉള്ളത്. 20 ബിരുദ വിദ്യാർത്ഥികൾക്കും 10 ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കും. ബിരുദ വിദ്യാർത്ഥികൾ 2020-2021 അധ്യയന വർഷത്തിൽ BE, BTech, BSc എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ 1-ാം വർഷ പ്രവേശനം നേടിയവരായിരിക്കണം. JEE മെയിൻ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ്. JEE മാർക്ക് ഇല്ലാത്തവരെ പരിഗണിക്കില്ല. എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, റോക്കറ്ററി, ഏവിയോണിക്സ്, എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് എന്നിവ പഠിക്കുന്നവരെയാണ് പരിഗണിക്കുക. ഒരു വർഷം 1,20,000 രൂപ വീതം 4 വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ബിരുദാനന്തര ബിരുദക്കാർക്ക് വർഷം 1,86,000 രൂപ വീതം 2 വർഷത്തേക്ക് ലഭിക്കും. ജൂലൈ 19 രജിസ്ട്രേഷൻ ആരംഭിക്കും. അവസാന തീയതി സെപ്റ്റംബർ 30. www.rac.gov.in വഴി അപേക്ഷിക്കാം. ജൂലൈ അവസാനം നടത്താനിരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷകൾ മാറ്റിവെച്ചു. മെഡിക്കൽ പ്രവേശന പരീക്ഷ സെപ്റ്റംബർ 13 മാറ്റിയത്. ഈ മാസം 26 നടത്താനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത്. മീഡിയ മേഖലയിൽ ഒരു ഡിപ്ലോമ കോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് കാലിക്കറ്റ് പ്രസ് ക്ലബിൽ ജേർണലിസം പഠിക്കാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദമാണ് യോഗ്യത. അവസാന വർഷ പരീക്ഷയുടെ ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 22. പ്രായം 2020 ജൂൺ 30. 30 വയസ്സ് കവിയരുത്. കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നേരിട്ടും വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.icjcalicut.com വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി അധ്യാപക മേഖലയിലെ വിവിധ തൊഴിൽ സാധ്യതകളെക്കുറിച്ചും തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും കരിയർ വിദഗ്ധനും തൃശൂർ സെന്റ് തോമസ് കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാട് സംസാരിക്കുന്നു. സമൂഹമേറെ ആദരവോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു തൊഴിൽ മേഖലയാണ് അധ്യാപന ജോലി. അധ്യാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി LP സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ മുതൽ കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും പഠിപ്പിക്കുന്ന അധ്യാപകർ വരെ അധ്യാപകൻ എന്ന ഒറ്റ കാറ്റഗറിയിലാണ് ഉൾപ്പെടുക. ഓരോ മേഖലയ്ക്കും വേണ്ട അടിസ്ഥാന യോഗ്യതകളും സാധ്യതകളുമാണ് ഇന്ന് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ അല്ലെങ്കിൽ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചർ, LPSA എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ തസ്തികയ്ക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് യോഗ്യത പാസ്സായതിനു ശേഷം എടുക്കുന്ന ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ, +2 എക്സാമിനേഷൻ, ശേഷം TTCക്ക് തത്തുല്യമായിട്ടുള്ള DED, അതിനുശേഷം കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഏറ്റവും ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള CATET 1 എന്ന് പറയുന്ന കാറ്റഗറി കൂടി പാസ്സാകേണ്ടതുണ്ട്. ആ പരീക്ഷ കൂടി പാസ്സാകേണ്ടതുണ്ട്.
D.Ed വരെയുള്ള കോഴ്സുകൾ കുറെ കൂടി എളുപ്പമാണെങ്കിലും കാറ്ററ്റ് പാസ്സാവുന്നവരുടെ എണ്ണം സമൂഹത്തിൽ താരതമ്യേന കുറവാണ്. ഒരു 15% മുതൽ 20% പേര് മാത്രമാണ് കാറ്ററ്റ് പരീക്ഷ പാസ്സാവുന്നത്. അപ്പോൾ TTC കഴിഞ്ഞവർ കാറ്ററ്റ് പാസ്സാവാനും 10ാം ക്ലാസ്സും +2 കഴിഞ്ഞ് താല്പര്യമുള്ളവർ പ്രൈമറി സ്കൂൾ ടീച്ചിങ്ങിലേക്ക് വരുന്നവർ നിർബന്ധമായിട്ടും D.Ed എന്ന് പറയുന്ന TTCയുടെ പുതിയ പതിപ്പായിട്ടുള്ള D.Ed എന്ന് പറയുന്ന കോഴ്സും ചേരാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ ഒരു സാധ്യതയാണ് വരും വർഷങ്ങളിൽ എയ്ഡഡ് മേഖലയിലാണെങ്കിലും സർക്കാർ മേഖലയിലാണെങ്കിലും ലോവർ പ്രൈമറി ടീച്ചേഴ്സിനെ കാത്തിരിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിച്ചുകൂടാ. ഇതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന അടുത്ത ഘട്ടമാണ് UPSA എന്ന് പറയുന്നത്. UPSAയും LPSAയുടെയും യോഗ്യതകൾ ഒന്നാണെങ്കിലും TTC തന്നെയാണ് യോഗ്യതകൾ എങ്കിലും ഇപ്പോൾ സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കാറ്ററ്റ് എന്ന് പറയുന്നത് UP ക്ലാസ്സുകളിലേക്ക് കാറ്ററ്റ് 2 എന്ന് പറയുന്ന കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 2 എന്ന് പറയുന്ന കാറ്റഗറി കൂടി പാസ്സാകേണ്ടതുണ്ട്. നിലവിൽ TTCക്കാരുടെ കൂടെ തന്നെ B.Ed ഉള്ളവരെയും ഈ പറയുന്ന UPSA എന്ന് പറയുന്ന ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് പരിഗണിക്കാറുണ്ട്. UPSAക്കാരെ സംബന്ധിച്ചിടത്തോളം TTCയുടെ കൂടെ കാറ്ററ്റ് 2 എന്ന് പറയുന്ന കാറ്റഗറിയും BA BSc B.Edകാരുടെ അവർക്ക് UP ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നതിന് B.Edൻ്റെ കൂടെ കാറ്റഗറി 3യും പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ LP-UP ക്ലാസ്സുകളിലേക്ക് യോഗ്യതകളൊക്കെ ഏതാണ്ട് തുല്യമാണെങ്കിലും കാറ്ററ്റിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കാറ്ററ്റ് 1 എന്ന് പറയുന്നത് LP കാറ്റഗറിയും കാറ്ററ്റ് 2 എന്ന് പറയുന്നത് UP കാറ്റഗറിയുമാണ്. ഇതേ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഹൈസ്കൂൾ അധ്യാപകരും പ്രവർത്തിക്കുന്നത്. ഹൈസ്കൂൾ അധ്യാപകരുടെ കേരളത്തിലെ തസ്തിക നിർണ്ണയിക്കപ്പെടുന്നത് HSA എന്ന പേരിലാണ്. ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പേരിലാണ് അവരുടെ തസ്തിക കേരളത്തിൽ അറിയപ്പെടുന്നത്. ഒരു HSA ആവുന്നതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച +2ന് ശേഷം തനിക്കിഷ്ടമുള്ള വിഷയത്തിൽ ഡിഗ്രി ചെയ്യുകയും അതേ വിഷയത്തിൽ തന്നെ B.Ed ചെയ്യുകയുമാണ് അടിസ്ഥാനപരമായിട്ടുള്ള യോഗ്യത. നേരത്തെ സൂചിപ്പിച്ച കാറ്ററ്റ് ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കാറ്ററ്റ് 3 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് 3 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഹൈസ്കൂൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ജോലിക്ക് പ്രാമുഖ്യം നൽകുന്ന ടെസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈസ്കൂൾ ടീച്ചർ ഡിഗ്രി പൂർത്തിയാക്കണം, B.Ed പൂർത്തിയാക്കണം, അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമായും കാറ്ററ്റ് 3 എന്ന് പറയുന്ന കാറ്റഗറി പൂർത്തിയാക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ അക്കാദമിക വർഷം വരെയൊക്കെ കാറ്ററ്റ് ഇല്ലാത്തവരെയൊക്കെ അപ്പോയിൻമെൻറ്റിന് പരിഗണിച്ചിരുന്നുവെങ്കിലും ഈ അക്കാദമിക വർഷം മുതൽ അല്ലെങ്കിൽ ഈ അധ്യയന വർഷം മുതൽ നിർബന്ധമായിട്ടും കാറ്ററ്റ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് സർക്കാർ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അപ്പോൾ കാറ്ററ്റ് ഉള്ളവരെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയുള്ള PSC ആയാലും ഒപ്പം തന്നെ എയ്ഡഡ് സ്കൂൾ പോസ്റ്റിംഗ് ആണെങ്കിലും വലിയൊരു സാധ്യത ഹൈസ്കൂൾ മേഖലയിലും UP മേഖലയിലും ലോവർ പ്രൈമറി മേഖലയിലും അധ്യാപകരെ കാത്തിരിക്കുന്നു. കുറച്ചുകൂടി ഉയർന്ന നിലവാരമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന മേഖലയാണ് ഹയർ സെക്കൻഡറി മേഖല അല്ലെങ്കിൽ +2 മേഖല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയുടെ കരിയർ പ്രധാനമായിട്ട് രൂപപ്പെടുന്നത് ഹയർ സെക്കൻഡറി കാലഘട്ടത്തിലാണ്. നേരത്തെയൊക്കെ SSLC ഒരു അവസാന കടമ്പയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും കുറച്ച് വർഷക്കാലമായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയായി അറിയപ്പെടുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലെ കോഴ്സുകൾ വൈവിധ്യങ്ങളായിട്ടുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകൾ പഠിപ്പിക്കാനും വൈവിധ്യങ്ങളായിട്ടുള്ള കോഴ്സുകൾ പഠിച്ച അധ്യാപകരുടെ ആവശ്യകതയുണ്ട്. ഓരോ വിഷയത്തിനും അതത് വിഷയങ്ങൾ ഡിഗ്രി തലത്തിലും PG തലത്തിലും B.Edലും പഠിച്ച അധ്യാപകർ തന്നെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുക. ഉദാഹരണത്തിന് ഫിസിക്സ് ഹയർ സെക്കൻഡറിയിൽ കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ സ്വാഭാവികമായിട്ടും BSc ഫിസിക്സ് പഠിച്ച് MSc ഫിസിക്സ് പഠിച്ച് അതേ ഫിസിക്സിൽ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിൽ B.Ed ചെയ്ത് അതേ ഫിസിക്സിൽ തന്നെ സെറ്റ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. മറ്റൊരു വിഷയമായിട്ടുള്ള ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞാൽ ഹിസ്റ്ററി +2 പഠിപ്പിക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക സ്വാഭാവികമായിട്ടും ഹിസ്റ്ററിയിൽ ഡിഗ്രി ചെയ്ത് BA ഹിസ്റ്ററി പഠിച്ച് MA ഹിസ്റ്ററി പഠിച്ച് അതേ വിഷയത്തിൽ തന്നെ സോഷ്യൽ സയൻസിൽ തന്നെ B.Ed പഠനം പൂർത്തീകരിച്ച് പിന്നീട് സെറ്റ് ഹിസ്റ്ററിയിൽ പാസ്സായിട്ടുള്ള അധ്യാപകനാണ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന സെറ്റ് പരീക്ഷ പാസ്സായിട്ടുള്ള അധ്യാപകനാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറിയുടെ ഏത് വിഷയമാണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ഡിഗ്രി ചെയ്യുകയും 10ാം ക്ലാസ്സിനും +2നും ശേഷം ഡിഗ്രി ചെയ്യുകയും അതേ വിഷയത്തിൽ തന്നെ ഉയർന്ന മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുകയും അതേ വിഷയത്തിൽ തന്നെ B.Ed പൂർത്തിയാക്കുകയും ചെയ്ത് പിന്നീട് സ്റ്റേറ്റ് എലിജിബിലിറ്റി സെറ്റ് കൂടി ക്ലിയർ ആകുമ്പോഴാണ് അധ്യാപക തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാവുന്ന യോഗ്യതകൾ നേടുക. നമുക്കറിയാം, 2000 വർഷത്തോടു കൂടി കേരളത്തിൽ പ്രീ ഡിഗ്രി പരിപൂർണമായിട്ടും ഇല്ലാതാകപ്പെടുകയും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കേരളത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്തു.
ഒട്ടേറെ ജോലി സാധ്യതകൾ 2000-ൽ കേരള സമൂഹത്തിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 2020 എത്തിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അന്ന് പ്രൊമോഷൻ കിട്ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോലിക്ക് കയറിയ അധ്യാപകരും ഒരു പരിധിവരെ പുതുതായി സർവീസിൽ കയറിയ അധ്യാപകരൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 2020 മുതൽ 30 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ഹയർ സെക്കൻഡറി മേഖലയിൽ വലിയ ഒരു ഹയർ സെക്കൻഡറി അധ്യാപന മേഖലയിൽ വലിയ ഒരു തൊഴിൽ സാധ്യതയാണ് ഈ പറയുന്ന 10 വർഷക്കാലം കാണാനിട വരുന്നത്. അതായത് ഈ ഒരു 10 വർഷക്കാലം നേരത്തെയുള്ള അധ്യാപകരുടെ റിട്ടയർമെൻറ്റ് വേക്കൻസികൾ കൂടുതലായിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് 2020 മുതൽ 30 വരെയുള്ള കാലഘട്ടം വിവക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമൊക്കെ വലിയ ഒരു സാധ്യത BEdന് ശേഷം സെറ്റ് ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഹയർ സെക്കൻഡറി അധ്യാപന മേഖലയിലുണ്ട്. നിലവിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്നവർ കൂടിയാണ് ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകർ എന്ന കാര്യം കൂടി ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇനി അധ്യാപനത്തിലെ കുറച്ചുകൂടി ഉയർന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന കോളേജ് വിദ്യാഭ്യാസ മേഖലയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും പക്വതയാർന്ന ഒരു സമൂഹമാണ്, ഒരു വിദ്യാർത്ഥി സമൂഹമാണ് കലാലയങ്ങളിലേക്ക് എത്തിച്ചേരുക. ഡിഗ്രിക്ക് ശേഷം അല്ലെങ്കിൽ +2-ന് ശേഷം വരുന്ന വിദ്യാർത്ഥികൾ, 17 വയസ്സിന് 18 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾ, ഡിഗ്രിക്ക് ശേഷം PGക്ക് വരുന്ന 21 വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾ. അപ്പോൾ പക്വതയാർന്ന വിദ്യാർത്ഥികളെ കൈകാര്യം ചെയ്യുന്ന ഒരു സാധ്യതയാണ് കോളേജ് വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ കോളേജിയറ്റ് എഡ്യൂക്കേഷൻ രംഗത്ത് നിലവിൽ വരിക. നേരത്തെ ലെക്ചറർ എന്ന പോസ്റ്റായിരുന്നു നിലവിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പോസ്റ്റുകളൊക്കെ മാറി. തുടക്കത്തിൽ കോളേജിലെ ആദ്യത്തെ അധ്യാപക തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന തസ്തികയാണ്. പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറും ഒക്കെ ആയിട്ട് മാറുന്ന ആ തസ്തിക ആദ്യത്തെ ഫ്രഷ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന തസ്തികയാണ്. നമുക്കറിയാം, സമൂഹത്തിൽ പ്രത്യേകിച്ച് അധ്യാപന മേഖലയിൽ നാട്ടിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ്, ഒരു ഏറ്റവും ഉയർന്ന മാസവരുമാനമുള്ള ഒരു ജോലിയാണ്. ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് സമൂഹത്തിന് വേണ്ടി സേവന തൽപരതയോടുകൂടെ സർവീസ് ചെയ്യാനുള്ള സാധ്യത കൂടി അധ്യാപനം, പ്രത്യേകിച്ച് കോളേജ് അധ്യാപനം യുവത്വത്തിലുള്ള അല്ലെങ്കിൽ അഡോളസെന്റ് പീരീഡിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലൂടെ ആ സാധ്യത കൂടി അവശേഷിപ്പിക്കുന്നുണ്ട്. ഒരു കോളേജ് അധ്യാപകൻ അല്ലെങ്കിൽ കോളേജ് അധ്യാപികയ്ക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഏതാണ് തനിക്ക് ഇഷ്ടമുള്ള വിഷയമെന്ന് തിരഞ്ഞെടുക്കുകയാണ്. അതൊരു പക്ഷേ 10ാം ക്ലാസ്സിൽ തന്നെ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് +2-ൽ തന്നെ നിർണ്ണയിക്കപ്പെടേണ്ടതാണ്. തനിക്ക് ഇഷ്ടമുള്ള വിഷയം +2-ൽ പഠിക്കാനും അതേ വിഷയത്തിൽ തന്നെ ഡിഗ്രി ചെയ്യാനും അതേ വിഷയത്തിൽ തന്നെ PG കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുമ്പോഴാണ് അധ്യാപക തസ്തികയോട് ഒരു പരിധിവരെ അടുത്തു എന്ന് നമുക്ക് പറയാനാവുക. പിന്നീട് PGക്ക് ശേഷം PGക്ക് ഉയർന്ന നിലവാരത്തോടെയുള്ള മാർക്കോട് ശേഷം പൂർത്തീകരിച്ച് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് അഥവാ നെറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ കൂടി, അഭിരുചി പരീക്ഷ കൂടി പാസ്സാകേണ്ടതുണ്ട്. അഭിരുചി പരീക്ഷ അഖിലേന്ത്യാ തലത്തിൽ പാസ്സാകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 5% താഴെയാണ്. 100 ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ 100 MSc ബിരുദധാരി അല്ലെങ്കിൽ ധാരിണികൾ പരീക്ഷ എഴുതുമ്പോൾ കേവലം 5% പേർക്ക്, 5 പേർക്ക് മാത്രമാണ് ഈ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും പരിമിതമാണ് അവരുടെ നമ്പർ. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ നെറ്റ് കൂടി പാസ്സാകുന്നവരുടെ എണ്ണം വളരെ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സാധ്യത അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. കലാലയങ്ങൾ കേന്ദ്രീകരിച്ച്, യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ദേശീയ സ്ഥാപനങ്ങൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കേന്ദ്രീകരിച്ച് വലിയ ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതാണോ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം ആ വിഷയം തിരഞ്ഞെടുക്കുക, ആ വിഷയത്തിൽ തന്നെ ഡിഗ്രി പൂർത്തീകരിക്കുക, ആ വിഷയത്തിൽ തന്നെ PG പൂർത്തീകരിക്കുക, ആ വിഷയത്തിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക, സാധ്യമെങ്കിൽ JRF ക്വാളിഫൈ ചെയ്ത് സർക്കാർ ഗ്രാൻഡോട് കൂടി തന്നെ റിസർച്ച് പൂർത്തീകരിക്കുക. അപ്പോൾ ഡോക്ടറേറ്റോട് കൂടി നെറ്റും ഡോക്ടറേറ്റും ഉള്ള ഒരു അധ്യാപികയായിട്ട് കോളേജിൽ ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ സാധ്യത അവിടെ അവശേഷിപ്പിക്കുന്നുണ്ട്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരവും ഒപ്പം തന്നെ കേരളത്തിലെ എയ്ഡഡ് സംവിധാനത്തിലുള്ള കോളേജുകൾ മുഖാന്തരവും ഒക്കെ നേരിട്ട് കോളേജ് അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അധ്യാപന രംഗത്ത് കേരളത്തിൽ ഏറ്റവും ഉയർന്ന മാസശമ്പളം ലഭിക്കുന്ന ഒരു ജോലി കൂടെയാണ് കോളേജ് അധ്യാപനം എന്ന കാര്യം നാം മറക്കരുത്, അല്ലെങ്കിൽ നാം വിസ്മരിക്കരുത്. വരും കാലത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുക ഡിജിറ്റൽ രംഗത്തായിരിക്കും. ഡിജിറ്റൽ രംഗത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് ഡാറ്റയാണ്. ബഹുരാഷ്ട്ര കമ്പനികളുടെ ബിസിനസ്സുകൾ മുതൽ ജനാധിപത്യ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ വരെ ഡാറ്റയ്ക്ക് നിർണായക പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഡാറ്റയുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങൾ ഏറിവരും. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട തൊഴിൽ സാധ്യതകളും കോഴ്സുകളും ഏതെല്ലാമാണെന്ന് നോക്കാം. ഡാറ്റയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്കും ജോലികൾക്കും ഇന്ന് നിരവധി പേരാണ് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത്. ഡാറ്റ സുരക്ഷയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. ഡാറ്റ സ്വകാര്യതയും സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചെടുക്കാമെന്നതും
പഠിച്ചു കഴിഞ്ഞ ഉടനെ ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നു എന്നതും ഈ രംഗത്തേക്ക് നിരവധി പേരെ ആകർഷിക്കുന്നുണ്ട്. ഡാറ്റ സയന്റിസ്റ്റ് എന്നതാണ് ഈ മേഖലയിലെ ശ്രദ്ധേയമായ ഒരു തസ്തിക. ബിസിനസ് ഉന്നമനത്തിനായി ഡാറ്റ കൈകാര്യം ചെയ്യുന്നവരാണ് ഡാറ്റ സയന്റിസ്റ്റുകൾ. ബിസിനസ് രംഗത്ത് മാത്രമല്ല, പോലീസ് വിഭാഗത്തിലും വിവിധ സേനകളിലും ഇന്റലിജൻസിനുമെല്ലാം ഇത്തരം സേവനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ ബ്രാഞ്ചുകളിൽ ബിടെക് ഉള്ളവർക്ക് ഈ രംഗം തിരഞ്ഞെടുക്കാം. ഹൈദരാബാദിലെ ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്, ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും IIM കൊൽക്കത്തയുടെയും സഹകരണത്തോടെ ഖരഗ്പൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലക്നൌവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങൾ ബിസിനസ് അനലിറ്റിക്സിൽ PG ഡിപ്ലോമ കോഴ്സുകൾ നടത്തുന്നുണ്ട്. കൊൽക്കത്തയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഡാറ്റ സയൻസ് അഡ്വാൻസ്ഡ് പ്രോഗ്രാമുണ്ട്. SP ജെയിൻ സ്കൂൾ ഓഫ് ഗ്ലോബൽ മാനേജ്മെന്റിൽ ബിഗ് ഡാറ്റ ആൻഡ് വിഷ്വൽ അനലിറ്റിക്സിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തിവരുന്നുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഡാറ്റ സയൻസിൽ PG ഡിപ്ലോമ കോഴ്സും ഉണ്ട്. ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റ് ആണ് ഈ മേഖലയിലെ മറ്റൊരു തൊഴിൽ സാധ്യത. ബിസിനസ് അനലിറ്റിക്സ് പഠിക്കുക എന്നതാണ് ഈ ജോലി നേടാനുള്ള ആദ്യ കടമ്പ. ജോലി ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ശ്രമകരമായി ജോലി ചെയ്യുന്ന മേഖലയാണ് ബിസിനസ് ഇൻ്റലിജൻസ് അനലിസ്റ്റിൻ്റേത്. ആകർഷകമായ ശമ്പളമാണ് ഈ രംഗത്തിൻ്റെ സവിശേഷത. MBA അല്ലെങ്കിൽ PGDM എടുക്കുന്ന സമയത്താണ് ബിസിനസ് അനലിറ്റിക്സ് പഠിക്കാൻ ഉണ്ടാകുക. ഏത് ബിരുദധാരികൾക്കും ഈ മേഖലയിലേക്ക് കടന്നു ചെല്ലാം. സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. MBAയ്ക്കൊപ്പം ഈ വിഷയം പഠിക്കണം എന്നു മാത്രം. 2 വർഷമാണ് പഠന കാലാവധി. IIM കൊൽക്കത്തയിൽ ബിസിനസ് അനലിറ്റിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ട്. സേവ്യർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ജംഷഡ്പൂരിൽ ബിസിനസ് അനലിറ്റിക്സിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ലഭ്യമാണ്. മുംബൈയിലുള്ള SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് റിസർച്ചിൽ മാർക്കറ്റിംഗ് അനലിറ്റിക്സിൽ എക്സിക്യൂട്ടീവ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലഭ്യമാണ്. IIM ലക്നൌവിൽ സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് ഫോർ എക്സിക്യൂട്ടീവ് എന്ന കോഴ്സാണ് ഉള്ളത്. IIM ഇൻഡോറിൽ IPBA അഥവാ ഇൻ്റഗ്രേറ്റഡ് സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് അനലിറ്റിക്സ് കോഴ്സാണ് ഉള്ളത്. മറ്റൊരു തൊഴിൽ സാധ്യതയാണ് ഡാറ്റാബേസ് ഡെവലപ്പർ. ഡാറ്റാബേസ് സിസ്റ്റങ്ങളുടെ രൂപകൽപ്പന മുതൽ അവ വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതടക്കമുള്ള ചുമതലകളാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഉണ്ടാകുക. സൈറ്റിൻ്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്നത് വെബ് മാസ്റ്ററാണ്. വിവിധ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളിലെ ഡാറ്റ സംബന്ധിയായ എല്ലാ വിവരങ്ങളും സംരക്ഷിക്കുന്നതും പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുന്നതും ഡാറ്റാബേസ് ഡെവലപ്പറുടെ ജോലിയാണ്. അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ, ദേവി അഹല്യ വിശ്വവിദ്യാലയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇൻഡോർ, ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ആഗ്ര, SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് മുംബൈ, ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി തിരുച്ചിറപ്പള്ളി തുടങ്ങിയവ ഈ രംഗത്തെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ചിലതാണ്. ഇനി തൊഴിലവസരങ്ങളുമായി കരിയർ ഡെസ്ക്. രാജ്യത്തെ 43 ഗ്രാമീൺ ബാങ്കുകളിൽ 9640 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് A ഓഫീസർ, ഗ്രൂപ്പ് B ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകളിലേക്കുള്ള 9ാമത് പൊതു എഴുത്തു പരീക്ഷയ്ക്കാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 4624 ഒഴിവുകൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലും 5016 ഒഴിവുകൾ ഓഫീസർ തസ്തികയിലുമാണ്. ഓഫീസ് അസിസ്റ്റന്റിന് ബിരുദമാണ് യോഗ്യത. കൂടാതെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ അറിവ് അഭിലഷണീയമാണ്. ഓഫീസർ തസ്തികയിൽ അസിസ്റ്റന്റ് മാനേജർ, ജനറൽ ബാങ്കിംഗ് ഓഫീസർ, സ്പെഷ്യലിസ്റ്റ് ഓഫീസർ, ഇൻഫർമേഷൻ ടെക്നോളജി ഓഫീസർ, മാർക്കറ്റിംഗ് ഓഫീസർ, ലോ ഓഫീസർ, അഗ്രികൾച്ചർ ഓഫീസർ, സീനിയർ മാനേജർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിൽ ഒഴിവുകളുണ്ട്. 2 ഘട്ടങ്ങളിലായുള്ള എഴുത്തു പരീക്ഷയ്ക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ്. ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അഭിമുഖം ഉണ്ടാകും. ഓഗസ്റ്റിലായിരിക്കും പരീക്ഷ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 21 ആണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് www.ibps.in. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് അൾട്രാസൗണ്ട് സ്കാനിംഗ് നടത്തുന്നതിന് റേഡിയോളജിയിൽ ബിരുദമുള്ള ഡോക്ടർമാരെ നിയമിക്കുന്നു. റേഡിയോ ഡയഗ്നോസിസിൽ MD അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾക്ക് 9447068513 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ഡൽഹിയിലെ വർദ്ധമാൻ മെഡിക്കൽ കോളേജ് ആൻഡ് സഫ്ദർജംഗ് ആശുപത്രിയിൽ വിവിധ തസ്തികകളിലായി 51 ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. OT അസിസ്റ്റന്റ്, ECG ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, ജൂനിയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ. വിവരങ്ങൾക്ക് www.vmmc-sjh.nic.in കാണുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 26. തൃശൂർ ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ കരാർ ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. മെഡിക്കൽ ഓഫീസർ, JPHN, ലാബ് ടെക്നീഷ്യൻ എന്നീ ഒഴിവുകളാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് തൃശൂർ നഗരത്തിലെ ആരോഗ്യ കേരളം ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ 0487232584. ഇനി സർവീസ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന സെഗ്മെന്റിലേക്ക്. ആരോഗ്യരംഗത്തെ ചിലവുകൾ കുടുംബ ബജറ്റ് തകർക്കുന്ന കാലമാണിത്. ഒരു വർഷത്തേക്ക് ഒരു കുടുംബത്തിന് 5 ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ നിങ്ങൾക്കും അംഗമാകാം. ഒരു വർഷം 1324 രൂപ അടച്ചാൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമഗ്ര ആരോഗ്യ പരിരക്ഷ പദ്ധതിയാണ് ഇത്. ആധാർ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പിയുമായി ഗവൺമെന്റ് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യാം. വർഷം 5 ലക്ഷം രൂപയുടെ ഫാമിലി കവറേജ് ലഭിക്കും. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം എന്നിവയ്ക്ക് പരിധികളില്ല എന്നതാണ് മുഖ്യ ആകർഷണം. ആശുപത്രി ചെലവുകൾ ക്യാഷ്ലെസ് ആയും പേപ്പർലെസ് ആയും ചെയ്യാം. സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ സമ്പൂർണ്ണ സൗജന്യ ചികിത്സാ സൗകര്യം. പദ്ധതിയിൽ അംഗമായവർ ID കാർഡ് മാത്രം ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. നിലവിലുള്ളതും മുൻകാല രോഗങ്ങളും പദ്ധതിയിൽ ചേരുന്നതിനോ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ തടസ്സമല്ല. കേരളത്തിലും ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ വെബ്സൈറ്റ് കാണുക. www.pmjay.gov.in. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു. ഇത് സംബന്ധിച്ച സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ 35,000 മത്സ്യത്തൊഴിലാളികൾക്കും 10,000 മത്സ്യ കർഷകർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യം ലഭിക്കും. ബാങ്കുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നത് അനുസരിച്ച് ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കാനാണ് തീരുമാനം. ഫിഷറീസ് വകുപ്പിന്റെ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്കാണ് കാർഡിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. കാർഡിനു വേണ്ടിയുള്ള അപേക്ഷാ ഫോം അതാത് മേഖലയിലുള്ള ബാങ്കുകൾ ഫിഷറീസ് വകുപ്പിനും മത്സ്യഫെഡിനും ലഭ്യമാക്കും. മത്സ്യവിൽപ്പനക്കാർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. സാഫിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യവിൽപ്പനക്കാർക്കായിരിക്കും ആനുകൂല്യം ലഭിക്കുക. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി വഴി ഈടില്ലാതെ 1.6 ലക്ഷം രൂപയും ഈടോടെ 3 ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത്. കർഷകർക്ക് മണ്ണിന്റെ ഫലസാധ്യതയെക്കുറിച്ചും ആവശ്യമായ വളപ്രയോഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് മണ്ണ് പരിശോധന നടത്തി സോയിൽ ഹെൽത്ത് കാർഡ് സ്വന്തമാക്കാം. സംസ്ഥാനത്തെ എല്ലാ മണ്ണ് പരിശോധനാ ലാബുകളിലും സോയിൽ ഹെൽത്ത് കാർഡ് സൗജന്യമായി നൽകുന്നതാണ്. വിവിധ വിളകൾക്ക് ആവശ്യമായ വളത്തിന്റെയും വെള്ളത്തിന്റെയും അളവ് വ്യത്യസ്തമാണ്. വിളയുടെ വളർച്ചയുടെയും ഉൽപ്പാദനത്തിന്റെയും ഘട്ടത്തിൽ വ്യത്യസ്ത അളവിലാണ് വളം ആവശ്യമായി വരിക. മണ്ണിൽ ലഭ്യമായ മൂലകങ്ങളുടെ ലഭ്യതയനുസരിച്ച് വളത്തിന്റെ അളവ് നിർണ്ണയിക്കുന്നതാണ് കൃഷി ലാഭകരമാക്കുന്നതിന്റെ ആദ്യപടി. ഇതിന് കർഷകരെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നത്. വ്യക്തികൾക്ക് ആരോഗ്യ കാർഡ് പോലെ ഓരോ കർഷകനും സോയിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാണ്. മണ്ണിന്റെ ഇന്നത്തെ അവസ്ഥ, അതായത് pH, മണ്ണിലെ ജൈവാംശത്തിന്റെ തോത്, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, മാംഗനീസ് തുടങ്ങിയ മൂലകങ്ങളുടെ ലഭ്യത എന്നിവയെല്ലാം അടങ്ങിയതാണ് സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണിൽ ലഭ്യമായിട്ടുള്ള പോഷകങ്ങളുടെ തോത്, വിളകളുടെ ആവശ്യം, വളപ്രയോഗത്തിലെ കാര്യക്ഷമത എന്നിവയെല്ലാം അടിസ്ഥാനമാക്കി മാത്രമേ വളപ്രയോഗം നടത്താവൂ. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഓരോ വിളയ്ക്കും നൽകേണ്ട ജൈവവളം, രാസവളങ്ങൾ, കുമ്മായം, സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയെല്ലാം തന്നെ സോയിൽ ഹെൽത്ത് കാർഡിലുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മണ്ണ് പരിശോധനാ ലാബിലും സോയിൽ ഹെൽത്ത് കാർഡിനുള്ള സംവിധാനം നിലവിലുണ്ട്. തികച്ചും സൗജന്യമായാണ് ലാബിൽ മണ്ണ് പരിശോധന നടത്തി സോയിൽ ഹെൽത്ത് കാർഡ് അനുവദിക്കുക. വിവരങ്ങൾക്ക് 9446071460. അടുക്കളത്തോട്ട പരിപാലനം ഇനി ഓൺലൈനായി പഠിക്കാം. കാർഷിക സർവകലാശാല ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റ് പ്രൊഫസർ P. സുശീലയാണ് ക്ലാസ് എടുക്കുന്നത്. ജൂലൈ 15, 16, 17 തീയതികളിലാണ് ഓൺലൈൻ ക്ലാസ്.
വിവരങ്ങൾക്ക് 7025498850 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി ടിപ്സ് ഓഫ് ദി വീക്ക്. 2020 ജൂലൈ 1 മുതൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നവർക്ക് എടുക്കേണ്ടത് ഉദ്യം രജിസ്ട്രേഷനാണ്. എന്താണ് ഉദ്യം രജിസ്ട്രേഷൻ? ഇത് എങ്ങനെ ചെയ്യാനാകും? തുടങ്ങിയ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാം. SSI രജിസ്ട്രേഷനും എന്റർപ്രണയർ മെമ്മോറാണ്ടവും ഉദ്യോഗ് ആധാറും കടന്ന് ഉദ്യം രജിസ്ട്രേഷനിൽ എത്തിയിരിക്കുകയാണ് ചെറുകിട വ്യവസായ മേഖല. ഈ വർഷം ജൂലൈ 1 മുതലാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ എടുക്കേണ്ടി വരുന്നത്. ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ഓൺലൈൻ ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടലിൽ കയറി സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ സമർപ്പിക്കാം. മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ആധാർ നമ്പർ മാത്രം മതിയാകും. ഉദ്യം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയാൽ ഉദ്യം രജിസ്ട്രേഷൻ നമ്പറും അതിനെ തുടർന്ന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ലഭിക്കും. പോർട്ടലിൽ കാണുന്ന രജിസ്ട്രേഷൻ ഫോമിൽ സൗജന്യമായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഒരേ സംരംഭം ഒന്നിൽ കൂടുതൽ രജിസ്ട്രേഷൻ എടുക്കാൻ പാടില്ല. നിർമ്മാണവും സേവനവും മറ്റ് അധിക പ്രവൃത്തികളും ഒന്നിൽ തന്നെ ഉൾപ്പെടുത്താവുന്നതാണ്. നിലവിൽ EM2, ഉദ്യോഗ് ആധാർ എന്നിവ എടുത്തിരിക്കുന്നവർ പുതിയ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുത്തിരിക്കേണ്ടതാണ്. എന്നാൽ അവരുടെ നിലവിലുള്ള രജിസ്ട്രേഷന്റെ കാലാവധി 2020 മാർച്ച് 31 വരെ ആയിരിക്കും. മറ്റ് ഏതൊരു സ്ഥാപനവുമായോ MSME മന്ത്രാലയവുമായോ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും ഉദ്യം രജിസ്ട്രേഷൻ എടുത്തിരിക്കേണ്ടതാണ്. ഉദ്യം രജിസ്ട്രേഷൻ പുതുതായി എടുക്കുന്നതും നിലവിലുള്ളവർ എടുക്കുന്നതും പുതിയ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതോടെ ഈ ആഴ്ചയിലെ ഷെക്കേന നോളേജ് ബാങ്ക് അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒപ്പം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കറിയാൻ ആഗ്രഹമുള്ള ഉപരിപഠന മേഖലകൾ, സർക്കാർ സേവനങ്ങൾ എന്നിവയെക്കുറിച്ചും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9496165711. മുൻ എപ്പിസോഡുകൾ കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ www.youtube.com/ഷെക്കേന ടെലിവിഷൻ കാണുക. നന്ദി, നമസ്കാരം.